സ്കാൻ റിപ്പോർട്ടിൽ പെട്ടെന്ന് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആൾക്ക് PCOD ഉള്ളവർക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്നൊരു ഡൗട്ട് PV എല്ലാ സമയത്താണ് നടക്കുന്നത്. പെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ ഹലോ എവരിവൺ, കെയർ മി മം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ PCOD ആൻഡ് പ്രഗ്നൻസി എന്ന പാർട്ട് 1 വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള PCOD കുറച്ചുകൊണ്ടുള്ള പ്രഗ്നൻസി ജേർണിയും അതുപോലെ തന്നെ ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെയാണ്. നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ പീരീഡ്സ് ആയതിനു ശേഷം പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് PCOD ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ വീഡിയോയിൽ കൊടുത്തേക്കുന്നത്. വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് മേളിൽ കൊടുത്തേക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. PCOD ഉള്ളവർക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്നൊരു ഡൗട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. എനിക്ക് PCOD ഉള്ള സമയത്ത് ഞാൻ ആ സമയത്ത് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമായിരുന്നു. എസ്പെഷ്യലി മാരേജ് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഓരോ പ്രാവശ്യം പീരീഡ്സ് സ്കിപ്പ് ആകുമ്പോഴും പ്രഗ്നന്റ് ആയിട്ടുണ്ടാവും എന്നുള്ളൊരു ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നമ്മൾ നോക്കും, കാർഡ് വാങ്ങി നോക്കും, നെഗറ്റീവ് കാണിക്കും, സങ്കടപ്പെട്ട് വരുന്ന സമയം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്യുന്നു യൂട്യൂബിൽ. ഡോക്ടേഴ്സിന്റെ വീഡിയോസ് ഇരുന്ന് കാണുമായിരുന്നു, യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് PCOD കുറച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ എന്തായാലും ഇതുപോലെ എന്തെങ്കിലും മിസ്സിംഗ് പീരീഡ്സോ അല്ലെങ്കിൽ ഇതുപോലെ ഇറഗുലറിറ്റീസോ അല്ലെങ്കിൽ നമ്മുടെ ഓർഡർ ചേഞ്ചോ കളർ ചേഞ്ചോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, പീരീഡ്സിൽ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡോക്ടറിന്റെ അഡ്വൈസ് തേടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് എൻ്റെ പ്രഗ്നൻസി ജേർണിയിലേക്ക് പോവാം. 2022 ജനുവരി 27 എനിക്ക് ലാസ്റ്റ് പീരീഡ് ആയത്. ഞാൻ ഈ ഡേറ്റ് ഒക്കെ ഓർത്തത് കാരണം വെച്ചാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. അതായത് 2 ഡെലിവറി തമ്മിൽ 2 വർഷത്തെ ഗ്യാപ്പും ഉള്ളൂ. അപ്പൊ കൂടുതലും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു ബുക്ക്ലെറ്റ് തരും ഡോക്ടേഴ്സ്. അതിനകത്ത് എല്ലാം ഡേറ്റ് വൈസും നമ്മുടെ വെയിറ്റ്, നമ്മുടെ BP എല്ലാം എഴുതിയിട്ടുണ്ടാവും ആ ബുക്ക്ലെറ്റിൽ. അതായത് ഞാനൊരു ആദ്യത്തെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ നമുക്കൊരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ടാവും. ഇതിനകത്ത് ത്രൂ ഔട്ട് എല്ലാ ഡീറ്റെയിൽസും ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെയിറ്റ്, ക്യാരിങ് ആയിരുന്ന സമയത്തുള്ള വെയിറ്റ്, അത് നമ്മുടെ BP, നമ്മുടെ ഹൈറ്റ് എല്ലാം ഇതിനകത്ത് ഡേറ്റ് ഇട്ടിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. എഴുതുന്ന സ്കാനിങ്ങും ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ. 2022 ജനുവരി 27 എനിക്ക് ലാസ്റ്റ് പീരീഡ് ആവുന്നത്. ഫെബ്രുവരി ആയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ മിസ്സിംഗ് പീരീഡ്സ് കണ്ടപ്പോഴത്തേക്കും ചെറിയൊരു ഡൗട്ട് തോന്നി. എനിക്ക് ഇനിയിപ്പോൾ പ്രഗ്നന്റ് ആണോ ഇല്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇത്രയും നാളിങ്ങനെ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് നെഗറ്റീവ് കണ്ടേക്കണായിരുന്നോണ്ട് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാണ്ട് ഒരു 5 days ഞാൻ വെയിറ്റ് ചെയ്തു. നോക്കി കാർഡ് നോക്കിയപ്പോൾ നെഗറ്റീവാണ് കാണിച്ചത്. വിചാരിച്ചു കുഴപ്പമില്ല, ഒരു 5 days കൂടി നോക്കാം, 10 days കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ പോയി കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 ദിവസം കൂടി കഴിഞ്ഞിട്ട് കാർഡ് ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു. അപ്പോഴും നെഗറ്റീവ് കാണിച്ചു, ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നില്ല. അപ്പൊ പിന്നെ ചെറിയൊരു വിഷമമായി. എന്തായാലും ഡോക്ടറെ പോയി കാണാം, ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയണെന്ന് വെച്ചിട്ട് ഡോക്ടറെ കാണാൻ പോയി ഞങ്ങള്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ മെഡിസിൻ എഴുതുന്നു, പീരീഡ് ആവാനുള്ള മെഡിസിൻ എഴുതുന്നായിരുന്നു. ഒപ്പം ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാർഡ് നോക്കിയപ്പോ അതിനുശേഷം മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഡോക്ടർ കണ്ട് അപ്പൊ ഇത് പോവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു, അബ്ഡോമിൻ പെയിൻ ഉണ്ടായിരുന്നു, കൊളുത്തി വലിക്കുന്ന പോലത്തെ പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് തലവേദന ഉണ്ടായിരുന്നു, ചുമയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ യൂറിനറി ഇൻഫെക്ഷനും അബ്ഡോമിൻ പെയിനും ഭയങ്കര ശക്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഡോക്ടറെ കാണാൻ പോയത് തന്നെ. ഒപ്പം പീരീഡ്സ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർഡ് വാങ്ങി പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടെസ്റ്റ് പോസിറ്റീവായിട്ട് ചെറിയൊരു ലൈൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളിങ്ങനെ ചെയ്ത് നോക്കി നെഗറ്റീവ് കണ്ട് അവസാനം നമുക്കൊരു പ്രതീക്ഷ തോന്നി. അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ OPയിൽ ചെല്ലാൻ പറഞ്ഞു. ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ ഉറപ്പിക്കാം, beta-HCG ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് അന്നത്തെ ദിവസം തന്നെ ബ്ലഡ് കൊടുക്കാനായിട്ട് രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു ഇതിന്റെ റിസൾട്ട് ഇത്രയും കിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അപ്പൊ തന്നെ ബ്ലഡ് കൊടുക്കാൻ പോയി. അങ്ങനെ നമ്മൾ ബ്ലഡ് കൊടുത്തു, റിസൾട്ട് കിട്ടി. റിസൾട്ടിൽ പോസിറ്റീവ് ആയിരുന്നു. അതായത് >4 ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. എന്റെ 104 എന്തോ ഉണ്ടായിരുന്നു വാല്യൂ. അപ്പോൾ ഭയങ്കര സന്തോഷമായി, പ്രഗ്നന്റ് ആണല്ലോ. ഡോക്ടർ അന്നത്തെ ദിവസം റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് സ്കാനിങ്ങിന്റെ ഡേറ്റ് എഴുതി തന്നായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് സ്കാനിങ് കഴിയട്ടെ, സ്കാനിങ് കഴിച്ചാൽ പ്രഗ്നൻസി ഉള്ളിലാണോ യൂട്രസിലാണോ അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പിക്കാം. അത് വേറെ ആരോടും ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയണ്ട, നമ്മുടെ വീട്ടിൽ പാരന്റ്സിനോടല്ലാണ്ട് റിലേറ്റീവ്സിനോട് പറയാൻ വരട്ടെ. ആദ്യത്തെ 3 മാസം സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ബേബി ഹെൽത്തി ആണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പ്രഗ്നൻസി റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പൊ ആദ്യത്തെ ഒരു മാസം എനിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞാൻ പറയാം. പെയിൻ, അതായത് പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷനും പിന്നെ നമ്മുടെ താഴെ അബ്ഡോമിനൽ പെയിനും ഭയങ്കരമായിരുന്നു. അതാണ് എനിക്ക് ഇതിന്റെ സിംറ്റം ആയിട്ട് തോന്നിയത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മാസം തുടങ്ങിയിട്ട് എനിക്കിങ്ങനെ കഴുത്തിൽ ചെറിയൊരു ബ്ലാക്ക് കളറിലെ ഒരു ഷെയ്ഡ് വന്നു തുടങ്ങിയായിരുന്നു കഴുത്തില്. അത് കണ്ടുകൊണ്ട് എനിക്ക് ഫസ്റ്റ് മന്തിൽ അനുഭവപ്പെട്ടത്. പിന്നെ കഞ്ഞി കഞ്ഞി തിളയ്ക്കണ മണമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ തോന്നുമായിരുന്നു. പക്ഷെ എനിക്ക് മോർണിംഗ് സിക്നെസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഈ തലകറക്കം അല്ലെങ്കിൽ ഛർദിയൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ടല്ലോ. എന്റെ കാര്യത്തിൽ എനിക്ക് മോർണിംഗ് സിക്നെസ് ഒട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം നമ്മളിങ്ങനെ ജെൻഡർ പ്രഡിക്ഷൻ വീഡിയോസ് ഒക്കെ ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് മോർണിംഗ് സിക്നെസ് ഉണ്ടെങ്കിൽ ബേബി ഗേളാണ്, മോർണിംഗ് സിക്നെസ് ഇല്ലെങ്കിൽ ബേബി ബോയ് ആണ്. പിന്നെ ക്രേവിങ്സ്, മധുരം കഴിക്കാനുള്ള ക്രേവിങ്സ്, എരിവ് പുളി കഴിക്കാനുള്ള ക്രേവിങ്സ് ബോയ്സിനൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേയും കണ്ടിട്ടുണ്ട് ജെൻഡർ പ്രഡിക്ഷന്റെ. പക്ഷെ എന്റെ കാര്യത്തിൽ അതൊന്നും ഓക്കെ ആയിരുന്നില്ല. എനിക്ക് പിന്നെ ഒരു പറയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈനീസ് കലണ്ടറില്ലേ, ചൈനീസ് കലണ്ടർ നോക്കി കഴിഞ്ഞപ്പോൾ മാത്രം അതൊന്ന് കറക്റ്റായിട്ട് കാണിച്ചായിരുന്നു. ആദ്യത്തെ ബേബി ബോയ് ആയിരുന്നു, രണ്ടാമത്തെ ബേബികളായിരുന്നു. ബാക്കി എല്ലാ ജെൻഡർ പ്രഡിക്ഷൻ ടെസ്റ്റുകളെല്ലാം എൻ്റെ നെഗറ്റീവ്, അതായത് അവർ പറഞ്ഞ പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ എനിക്ക് എത്രത്തോളം ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞിന്റെ ജെൻഡർ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതെന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നുണ്ടോ. അങ്ങനെ പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, എന്റെ ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന എക്സ്പെക്ടിങ് അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ സ്കാൻ റിപ്പോർട്ടിൽ പെട്ടെന്ന് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വേണ്ടെന്നുണ്ട് എന്റെ ഇതിനകത്ത് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് വീക്ക്, ബേബിയുടെ വീക്ക് കറക്റ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇതിന്റെ ഫസ്റ്റ് സ്കാൻ റിപ്പോർട്ടാണ്. അതിനകത്ത് ഇതിന്റെ ഇംപ്രഷൻ ഞാൻ വായിക്കാം. സിംഗിൾ ഇയർലി ഇൻട്രായൂട്രൈൻ ജെസ്റ്റേഷൻ ഓഫ് അപ്രോക്സിമേറ്റ് ജെസ്റ്റേഷണൽ ഏജ് 5 വീക്ക് 6 ഡേയ്സ്. 5 ആഴ്ചയും 6 ദിവസം ആയിട്ടുണ്ടായുള്ളത്. അതുകൊണ്ട് കുഞ്ഞാവിടെ ഹാർട്ട് ബീറ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോട്ട്സി എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ട് പോയി ഈ റിപ്പോർട്ടും കണ്ട് ടെൻഷൻ അടിച്ചിട്ട് ഡോക്ടറെ കാണാൻ കയറ്റും. ഡോക്ടർ വറീഡ് ആവുന്നില്ല, നമുക്ക് വീക്ക് കറക്റ്റ് ആയിട്ടില്ല, ഒരു 6 വീക്ക് പകുതി ആകുമ്പോൾ 7 വീക്ക് ആകുമ്പോഴത്തേക്കൊക്കെ ബേബിക്ക് ഹാർട്ട് ബീറ്റ് വന്നു കൊടുക്കും, പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ നമുക്കൊരു സമാധാനമായത്. പക്ഷെ എന്നാലും നമുക്ക് ആ രണ്ടാമത്തെ, അപ്പൊ ഡോക്ടർ പറഞ്ഞു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടി സ്കാൻ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടാമത് ഒന്നുകൂടി സ്കാൻ റിപ്പീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ജെസ്റ്റേഷൻ സാക്ക്, യോക്ക് സാക്ക്, ഫിറ്റൽ പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ഇംപ്രഷൻ കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് 13ാമത്തെ ആഴ്ച, 12 ആഴ്ചയിൽ 13ാമത്തിൽ ചെയ്യുന്ന NT സ്കാനിങ്ങിന് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് 3ാം മാസത്തിൽ സ്കാനിങ്ങിന് പോയി, NT സ്കാനിങ്ങിന് പോയി. സ്കാനിങ് ഒക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായില്ല. ഒപ്പം ഡബിൾ മാർക്കർ ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു, ബ്ലഡ് ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ എന്തെങ്കിലും വൈകല്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. അപ്പൊ അതിനകത്തും വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, റിപ്പോർട്ടൊക്കെ ഓക്കെ ആയിരുന്നു. അതിന് 5th മന്തിൽ നമ്മുടെ അനോമലി സ്കാൻ നോർമലായിട്ട് ചെയ്തിരുന്നു, 4D ഒന്നും ചെയ്തില്ല. അതിനും വേറെ കുഴപ്പമൊന്നും കാണിച്ചില്ല, ബേബിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് 7th മന്തിൽ ഗ്രോത്ത് സ്കാനും അതിന്റെ കൂടെ നമ്മൾ GTT ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടല്ലോ ചെയ്യുന്നുണ്ടല്ലോ. ഫസ്റ്റ് ടൈം അമ്മമാരൊക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നമ്മള് വെറും വയറ്റിലാണ് നമ്മൾ, അതായത് വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ അവര് ഗ്ലൂക്കോസ് ഇത്ര അളവിൽ ഗ്ലൂക്കോസ് നമുക്ക് കലക്കി തരും, ഗ്ലൂക്കോസ് കൂടി കലക്കി തരും. അത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുമായിരിക്കും. ചിലർ ഛർദ്ദിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഞാനത് കുടിച്ചു. പിന്നെ നമുക്ക് അത് ഇത്ര കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ഫാസ്റ്റിംഗിൽ എടുക്കും. അതിനുശേഷം നമുക്ക് ഫുഡ് കഴിച്ചിട്ടും ഇതേ സെയിം ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. അവര് ഗ്ലൂക്കോസ് പൊടി നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ കലക്കി തരും. അതിന്റെ റിസൾട്ട് നോക്കും. വെച്ചാൽ നമ്മൾ ഷുഗർ നോക്കുന്നതാണ്, ജസ്റ്റ് ഷുഗർ, കുഞ്ഞിന് ഷുഗർ ഉണ്ടോ എന്നൊക്കെ അത് അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ ഓക്കെ ആയിരുന്നു. 7th മന്തിൽ ഗ്രോത്ത് സ്കാൻ ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് വന്നത് ലാസ്റ്റ് സ്കാനാണ്. ലാസ്റ്റ് നമുക്ക് ഡേറ്റ് ഒക്കെ നോക്കുന്ന ടൈമിൽ, അപ്പോൾ എൻ്റെ EDD വെച്ച് നോക്കി കഴിഞ്ഞാൽ, എൻ്റെ ഡേറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ എൻ്റെ EDD വരുന്നത് നവംബർ 1st വീക്ക് 1ാം തീയതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഓവുലേഷൻ ഡേറ്റും വ്യത്യാസം വന്നായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന്റെ സ്കാൻ ഗ്രോത്ത് ഉണ്ടാവില്ല ഓരോ സ്കാനിലും, അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് നവംബർ 26ാം തീയതി ആയിരുന്നു നമുക്ക് ഡേറ്റ് കിട്ടിയിരുന്നത്. അപ്പൊ ഡോക്ടർ എന്തായാലും ഒരു 22ാം തീയതി ആകുമ്പോഴത്തേക്കും വന്ന് അഡ്മിറ്റ് നമുക്ക് ചെക്കപ്പ് ചെയ്യാം, അതിനുശേഷം പറയാന്നൊക്കെ പറഞ്ഞിട്ട് 7th വീക്കിൽ നമ്മൾ വിട്ടത്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനുവരി ഫസ്റ്റ് വീക്ക്, അതായത് ഒരു 7th 8th ഒക്കെ ആയിരുന്നു തോന്നുന്നു. ആ ടൈമിൽ നല്ല രീതിയിൽ പെയിൻ വന്നു. നല്ല രീതിയിൽ പെയിൻ വന്നിട്ട് നമുക്കിങ്ങനെ മോഷനും പോകാൻ തോന്നുന്നു, ഒപ്പം തന്നെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു, നമുക്ക് നടക്കാൻ പറ്റില്ല, ഭയങ്കര പെയിൻ. അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ പെയിൻ വന്നു തുടങ്ങും. അപ്പൊ ആദ്യത്തെ പ്രഗ്നൻസി ആണല്ലോ. അപ്പൊ എന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോഴത്തേക്കും അമ്മയാണെന്നുണ്ടെങ്കിലും പറഞ്ഞു എന്തായാലും നീ വെച്ചോണ്ടിരിക്കേണ്ട, വൈകുന്നേരമായിട്ടായിരുന്നു. നമുക്ക് ഡോക്ടറെ പോയി കാണാന്ന് പറഞ്ഞുകൊണ്ടും ഒരു വൈകുന്നേരം അപ്പൊ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് നമുക്ക് ആദ്യത്തെ PV എന്റെ ആ സമയത്താണ് നടക്കുന്നത്. പെയിൻ ഉള്ളതുകൊണ്ട് എനിക്ക് PV ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. ഒരുപാട് എന്റെ സെയിം എക്സ്പീരിയൻസ് ആയിരിക്കുന്നില്ല എല്ലാവർക്കും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കാം, പക്ഷെ എനിക്ക് പെയിൻ ഉള്ളതിന്റെ കൂടെ തന്നെ PV ചെയ്തായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ PV എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഫിംഗർ ഇൻസൾട്ട് ചെയ്തിട്ട് നോക്കി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ തോന്നും, നമുക്ക് ഇങ്ങനെ ചെറിയ ഇതുപോലെ, അല്ലാണ്ട് നമുക്ക് ഭയങ്കര ശക്തിയായിട്ടുള്ള പെയിൻ എനിക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു 1 ഫിംഗർ ഡയലിറ്റേഷൻ ഉള്ളൂ, എന്തായാലും ഇന്ന് അഡ്മിറ്റ് ആക്കാം, നമുക്ക് നാളെ രാവിലെ വരെ നോക്കാം, കാരണം ഇന്നത്തെ രാത്രി പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വന്നാലോ എന്ന് വെച്ചു. വാട്ടർ പാക്കേജും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ പെയിൻ പറയണതുകൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അഡ്മിറ്റ് ആക്കിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് PV ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ 1 ഫിംഗർ ഡയലിറ്റേഷൻ ഉണ്ടായില്ല. അപ്പൊ ഇത്രയും ഡേറ്റ് വ്യത്യാസം, 26-ാം തീയതിയുള്ള ഡേറ്റ്. അപ്പൊ ഇത്രയും വ്യത്യാസം കിടക്കുന്ന ഡോക്ടർ എന്തായാലും ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇൻ കേസ് എന്തെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുക, അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോയി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്നേന്, അല്ലെങ്കിൽ പെയിൻ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ വിട്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഒരു ഇതെന്ന് വെച്ചാല് കുഞ്ഞാവ് അനങ്ങണില്ല എന്നൊരു ചിന്തയൊക്കെ എനിക്ക് വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഒരു എന്താ പറയാ, ഒരു 3-4 മണിക്കൂറൊക്കെ വിട്ട് കുഞ്ഞനങ്ങിയില്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഓൾറെഡി ഭയങ്കര അനക്കൊക്കെ ആയിരിക്കുമല്ലോ. നമുക്കൊരു 5th മന്ത് ഒക്കെ ആവുമ്പോൾ ശരിക്കും കുഞ്ഞാളെ അനക്കം അറിഞ്ഞു തുടങ്ങുന്നു വയറ്റില്. അപ്പൊ ആ അനക്കം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ പറയും ഡോക്ടേഴ്സ്. കുഞ്ഞനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഡോക്ടറെ പോയി കാണണം. അപ്പൊ എന്റെ വെച്ച് കഴിഞ്ഞാല് 3-4 മണിക്കൂറൊക്കെ അനങ്ങാണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കും. അപ്പൊ തന്നെ ചൂടുവെള്ളം കുടിക്കും, മധുരം കഴിക്കും, അനങ്ങോണ്ട് നോക്കും. അതൊക്കെ ആയിരുന്നു എന്റെ നമ്മുടെ ലാസ്റ്റ് ഒരു ഡ്യൂ ഡേറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ചെയ്യുന്ന പരിപാടി അതൊക്കെ ആയിരുന്നു. നമ്മളെപ്പോഴും അനക്കം ശ്രദ്ധിക്കണം കുഞ്ഞിന്റെ ലാസ്റ്റ് മാസമാകുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല. അവര് മറ്റേ ഒരു മെഷീൻ വെച്ച് നോക്കും, ഇങ്ങനെ കൊച്ചിന്റെ അനക്കമൊക്കെ കാര്യങ്ങളൊക്കെ, കൺട്രാക്ഷൻ ഒക്കെ നോക്കുന്ന പോലത്തെ. അപ്പൊ അതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞാനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ പിന്നെ 22-ാം തീയതി മോർണിംഗിൽ എനിക്കിങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഡിസ്ചാർജ് പോലെ വന്നിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഡോക്ടറെ പോയി കാണണം, കാരണം നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് സ്റ്റെയിനും കാണുന്നുണ്ട്, ഡിസ്ചാർജ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ വെച്ചിട്ടിരിക്കാൻ പറ്റുന്നതുകൊണ്ടും ഡോക്ടറെ ഒന്ന് പോയി കണ്ട്. ഞാൻ രാവിലെ 10 മണിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് ഹോസ്പിറ്റലിൽ. 10 മണിക്ക് പോയി ഡോക്ടറെ കണ്ട്. ഡോക്ടർ അന്നും PV ചെയ്ത് നോക്കി. PV ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 1 ഫിംഗർ ഡയലിറ്റേഷൻ തന്നെ ഉള്ളൂ, സെയിം തന്നെ, വേറെ വികസിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഡേറ്റ് ഏകദേശം അടുത്തില്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, ഇന്ന് നമുക്ക് മരുന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ അഡ്മിറ്റ് ആക്കിയിട്ട് നമുക്ക് പെയിൻ വരാനുള്ള മരുന്നൊക്കെ ഇട്ട്. അപ്പൊ മരുന്നൊക്കെ ഇട്ട സമയത്ത് എനിക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക്. ഒരു ഡോക്ടർ അന്ന് ഡോക്ടർ തിയേറ്റർ ഡേ ആയിരുന്നു. അപ്പോൾ തിയേറ്ററിൽ നിന്ന് വന്നിട്ട് ഒന്നുകൂടി PV ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അപ്പോഴും സെയിം തന്നെ, 1 ഫിംഗർ ഡയലിറ്റേഷൻ കുറച്ചുകൂടി ആയിട്ടുള്ളൂ, അല്ലാണ്ട് പിന്നെ ഇത് കാണുന്നില്ല. അപ്പൊ ഡോക്ടറിന് ശരിയെന്നാ ഡോക്ടർ എന്തായാലും ട്രിപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ, ട്രിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും വെയിറ്റ് ചെയ്ത്. പിന്നെ വൈകുന്നേരം 6 മണിക്ക് ഡോക്ടർ വന്നപ്പോഴും സെയിം തന്നെ, PV ചെയ്തപ്പോഴും ഇതിങ്ങനെ തന്നെ നിൽക്കുവാണ്, വികസിച്ചിട്ടില്ല. അപ്പൊ നോർമൽ ഡെലിവറി നടക്കുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും വികസനം വന്നാൽ അതെല്ലാം വെള്ളം പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ കാണിക്കേണ്ടതാണ്, പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഡോക്ടർ പറഞ്ഞു തന്നാൽ നമുക്ക് ഇനി എന്തായാലും ലേറ്റ് ആക്കണ്ട, കുഞ്ഞിന്റെ തല വലുതാന്നുള്ളത് ലാസ്റ്റത്തെ സ്കാൻ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഹെഡ് എൻലാർജ്ഡാന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വലിപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ അതായിരിക്കാം എന്ന് പറഞ്ഞിട്ടും ഹസ്ബൻഡിനോട് പാരന്റ്സിനോട് സംസാരിച്ച് ഇനി നമുക്ക് വെച്ചോണ്ടിരിക്കണോ, ആള് ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നുണ്ട്, നല്ല പെയിൻ ഉണ്ട്, പക്ഷെ വികസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സിസേറിയൻ ചെയ്താലും ചോദിച്ചു ഡോക്ടർ, കാരണം നീണ്ടു പോകുന്തോറും ബുദ്ധിമുട്ട് കൂടെയുള്ളൂ എന്ന് പറഞ്ഞു. ചിലപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ബുദ്ധിമുട്ട് വന്നേക്കാം, അപ്പൊ അതായത് നമുക്ക് വെച്ചോണ്ടിരിക്കാനെന്ന് പറഞ്ഞപ്പോ എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു സിസേറിയൻ ചെയ്യാനായിട്ട്. പക്ഷെ എന്റെ ആഗ്രഹം അതാണ്, നോർമൽ ആയിരിക്കണം, നോർമൽ ഡെലിവറി വേണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയിരുന്നത്. അപ്പൊ നോർമൽ ആയിരിക്കണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ എന്റെ ആഗ്രഹം ഇതായതുകൊണ്ട് പാരന്റ്സും അതുപോലെ ഹസ്ബൻഡും പറഞ്ഞു നോർമലാണ് നോക്കുന്നത്, ഡോക്ടറെ നോർമലായി അവൾ അങ്ങനെ ആഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ച് സംസാരിക്കാനായിട്ട് പറഞ്ഞു ഹസ്ബൻഡിനോട്.
അപ്പൊ ഹസ്ബൻഡിനെ ജസ്റ്റ് എന്നെ കാണിക്കാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് ലേബർ റൂമിലേക്ക് ജസ്റ്റ് എന്നോട് പുറത്തേക്ക് ഇറങ്ങി ചെന്നോളാൻ പറഞ്ഞായിരുന്നു. പെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇറങ്ങി ജസ്റ്റ് സംസാരിച്ചോളാം ഹസ്ബൻഡിനോട്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് നോക്കാം, മാക്സിമം നോക്കാം, നോർമല് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സിസേറിയനിലേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ ഡോക്ടറോട് ഹസ്ബൻഡ് പറഞ്ഞു, ഡോക്ടർ കുഴപ്പമില്ല, നമുക്ക് നോർമൽ നോക്കാം, സിസേറിയൻ വേണ്ട, നാളെ രാവിലെ വരെ നോക്കാന്ന് പറഞ്ഞു. ഡേറ്റ് എന്തായാലും ആയിട്ടില്ലല്ലോ എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഉത്തരവാദിത്തമല്ല എന്ന് നമ്മൾ കൺസൾട്ട് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്തു. പിന്നെ ഒരു 6-6:30 കഴിയുമ്പോഴത്തേക്കും വെള്ളം നോർമൽ നടക്കുന്നത് ഡോക്ടർ വാട്ടർ ബ്രേക്ക് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് പെയിൻ വന്നിട്ട് ഒരു രക്ഷയില്ല. കുഞ്ഞിങ്ങനെ മേളിലേക്ക് കയറണ പോലെ എനിക്ക് നിൽക്കാൻ പറ്റണില്ല, ഇരിക്കാൻ പറ്റണില്ല, എനിക്ക് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല, കരച്ചിലിന്റെ അങ്ങേയറ്റേ. അപ്പൊ അങ്ങനെ ഇപ്പൊ സിസ്റ്റർമാരൊക്കെ വന്ന് നോക്കി PV അവരിടയ്ക്ക് വന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഒന്നും ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് എനിമ ചെയ്ത് തന്നായിരുന്നു. എനിക്ക് എനിമ PVനേക്കാളും എനിക്കിപ്പോഴും ആലോചിക്കുമ്പോഴും പേടി വരുന്നത് എനിമ ചെയ്ത കാര്യം ആലോചിക്കുമ്പോഴാണ്. കാരണം നമുക്ക് ഓൾറെഡി ബാക്കിൽ ആ ഒരു ചൂടുള്ള സൊല്യൂഷൻ ഇങ്ങനെ ഒഴിച്ച് പിന്നെ കുറെ നേരത്തെ ഒരു 5 മിനിറ്റ് അവരിങ്ങനെ കിടത്തുമല്ലോ, അതിന് ശേഷം നമ്മൾ ബാത്റൂം പോകാൻ പറയുമല്ലോ. അത് മാത്രമേ എനിക്ക് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് പേടി, എനിമ ചെയ്ത കാര്യം ആലോചിക്കുമ്പോൾ. PV പോലും എനിക്ക് അത്ര പേടിയില്ല, പക്ഷെ എനിമ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അത് ആദ്യത്തേനും അതെ, രണ്ടാമത്തേനും അതെ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് PV ആയിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ എനിമയായിരുന്നോ കുറച്ചുകൂടി ബുദ്ധിമുട്ടെന്നുള്ളതൊന്ന് പറയണേ. അങ്ങനെ എനിമയൊക്കെ ചെയ്ത്, എനിമ ചെയ്തിട്ട് പിന്നെ ഒരു 11:45, രാത്രി 11:45 ആയപ്പോൾ എനിക്ക് ഒട്ടും വേദന സഹിക്കാൻ പറ്റണില്ല. സിസ്റ്റേഴ്സ് ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ പേഷ്യന്റിനെ പറ്റണില്ല. അവർ ഓൾറെഡി നമുക്ക് ഇങ്ങനെ കൺട്രാക്ഷൻ നോക്കാനുള്ള ഇത് ഒരു മെഷീനൊക്കെ വെച്ചിട്ടുണ്ടാവും നമ്മുടെ വയറ്റില്. അപ്പൊ കൺട്രാക്ഷൻ നോക്കുമ്പോഴും അത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡോക്ടറെ വിളിച്ച് രാത്രി ഒരു 11:40 ആയപ്പോൾ ഡോക്ടർ വന്നു. 11:44 എന്നെ പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. തിയേറ്ററിൽ ഓൾറെഡി ഇങ്ങനെ റെഡിയാക്കി ഇട്ടേക്കണായിരുന്നു. എന്നിട്ട് അപ്പൊ തന്നെ 11:44 സിസേറിയൻ, ബേബി ബോയ് ആണെന്ന് പറഞ്ഞു. സന്തോഷമായി. വിഷമമായി, കാരണം സിസേറിയൻ ആയിരുന്നല്ലോ. പക്ഷെ ഞാൻ കൂടുതൽ ചാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിനെ അല്ലെങ്കിൽ അമ്മേനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നേനെന്ന് ഡോക്ടർ പറഞ്ഞു. നമ്മളിങ്ങനെ ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് അതിന് റിസ്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനോടൊപ്പം എഗ്രി ചെയ്യാന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണേ കേട്ടോ. കാരണം ഞാനിത് എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ വെച്ചോണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ശരിക്കും വിഷമിക്കേണ്ടി വന്നേനെ. ഒന്നല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നേനെ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നെ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഫസ്റ്റ് സിസേറിയൻ കഴിഞ്ഞ് നമ്മളെ റൂമിൽ 4 മണിക്കൂറത്തേക്ക് ഒബ്സർവേഷൻ ICUലേക്ക് മാറ്റും. പിന്നെ കുഞ്ഞു ആവേനെ നേരെ അവർ NICUലേക്ക് കൊണ്ടുപോയി. കാരണം ഞാൻ വന്നാലല്ലേ കൊണ്ടുവരുള്ളൂ. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഷിവറിംഗ് ഒക്കെ ഉണ്ടാവും. ഷിവറിംഗ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു മരുന്നൊക്കെ അവർ ഓൾറെഡി ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടാവും ഷിവറിംഗ് നിൽക്കാനുള്ളത്. 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോർമലായി തുടങ്ങും. പിന്നെ ഒരു 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഒരു ശകലം നമുക്ക് സ്പൂണിലൊക്കെ നനച്ച് തരും, നമുക്ക് കഴിക്കാൻ പറ്റും. സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരെ കാര്യമുണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെ 4 മണിക്കൂർ ഷിവറിംഗ് ഒക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. കുഞ്ഞാവനെ NICUലായിരുന്നു. കുഞ്ഞാവനെ നോക്കിയ സമയത്ത് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ടോട്ടൽ കൗണ്ട് കൂടുതലാണ്. ബ്ലഡ് ചെക്ക് ചെയ്തായിരുന്നു. അതിനകത്ത് ടോട്ടൽ കൗണ്ട് കൂടുതലാണ്, അതിന് കുഞ്ഞിന് നമുക്ക് തരാൻ പറ്റില്ല, NICUൽ തന്നെ കിടത്തേണ്ടി വരും എന്ന് പറഞ്ഞു എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ചെറിയൊരു പേടി തോന്നി, കാരണം ടോട്ടൽ കൗണ്ട് ഒക്കെ കൂടുതലാണ്. അപ്പോൾ സിസ്റ്റർമാരോട് പേടിക്കാനൊന്നുമില്ല, അത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരാറുള്ളതാണ്, ഡോക്ടർ എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് ആദ്യത്തെ 5 ദിവസം, അതായത് എന്നെ റൂമിലേക്ക് മാറ്റി 5 ദിവസം കുഞ്ഞാവിനെ നമ്മുടെ കൈ തന്നിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ NICUലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞാവിനെ നമ്മുടെ കൈ തന്നത്, എല്ലാം കൗണ്ടെല്ലാം നോർമൽ ആയതിനു ശേഷം. അപ്പോൾ ഞാൻ ഓൾറെഡി ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് ഇതായിരുന്നു. ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് ആകെ ഡയപ്പറും അതുപോലെ റിസീവിംഗ് ടവലും വെറ്റ് വൈപ്പ് മാത്രമേ ആവശ്യം വന്നുള്ളൂ, വേറൊന്നും തന്നെ ആവശ്യം വന്നില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സാധനങ്ങൾ കുത്തിക്കയറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബേബി സോപ്പ്, ബേബി ലോഷൻ, ഓയിൽ, അങ്ങനെ എല്ലാ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ പോയി. ഇഷ്ടമാതിരി ബേബി ഉടുപ്പൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു. നമുക്ക് തിരിച്ചു പോയ ദിവസം മാത്രമേ കുഞ്ഞാനും ഉടുപ്പിടിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി
കംപ്ലീറ്റ് ഡയപ്പറും അതുപോലെ തന്നെ വൈപ്പും മാത്രമേ അവിടെ NICU ചോദിച്ചുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യണം. ഫീഡിങ്ങിന് എനിക്ക് എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്ക് ആദ്യത്തെ ദിവസം എഴുന്നേറ്റ് പാൽ കൊടുക്കാൻ പറ്റില്ല, കിടന്നേ പാൽ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത്രയ്ക്കും പെയിൻ ആയിരിക്കുള്ളൂ. കൂടെ ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയി. നമ്മൾ നെക്സ്റ്റ് പാർട്ട്, അതായത് ഫീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ പോസ്റ്റ്മോർട്ടം, സെക്കൻഡ് ഡെലിവറി എല്ലാനും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.